ഫാദർ കളത്തിൽ മാത്യു MSF രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 19 പരിശുദ്ധ കന്യകാ മറിയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:48 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവം തന്റെ ദാസിക്ക് കൊടുത്ത സമുന്നത സ്ഥാനം എത്രയോ വലുതാണ്. സർവശക്തനായ ദൈവം പുത്രനായ തമ്പുരാന്റെ അമ്മയാകുവാനുള്ളവളെ പണ്ടേ തന്നെ അമലോത്ഭവയായി തന്നെ ജനിക്കുവാൻ അനുവദിച്ചു, സംരക്ഷിച്ചു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോവാക്കിം മന്ന ദമ്പതികളുടെ കുഞ്ഞിനായുള്ള നിലവിളിക്ക് ദൈവം ഉത്തരമരുളി. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്നയോട് ദൈവം സംസാരിച്ചു, നിനക്ക് ഞാനൊരു സ്വർഗീയ നക്ഷത്രത്തെ നൽകും. സാത്താന്റെ കൗശലത്തെ തകർക്കുവാൻ, ക്രിസ്തുവിന്റെ അമ്മയാകുവാൻ ജ്ഞാനത്തെ തന്നെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. വചനം മാംസമാകുന്നതിനു മുമ്പ് ജ്ഞാനത്തെ മാംസമായി ദൈവം അന്നയുടെ ഉദരത്തിൽ വളരാൻ അനുവദിച്ചു. ആ സ്വർഗീയ നക്ഷത്രം മേരി എന്നറിയപ്പെട്ടു. മേരി എന്ന ഹീബ്രു പദത്തിന് നാഥ, മനോഹരി, പരിപൂർണ, അധ്യാപിക, പ്രകാശിപ്പിക്കുന്നവൾ അഥവാ ദീപം, സൗന്ദര്യം, ശോകസമുദ്രം, കടലിലെ വഴികാട്ടി തുടങ്ങിയ 70ഓളം അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. മറിയത്തിന് 3 വയസ്സുള്ളപ്പോൾ ജോവാക്കിം മന്ന ദമ്പതികൾ മറിയത്തെ ദേവാലയത്തിൽ നിത്യ ബലി വസ്തുവായി സമർപ്പിച്ചു. മറിയത്തിന്റെ ബാല്യകാല വിശുദ്ധി അവളുടെ അമലോത്ഭവ രഹസ്യത്തെ ബലപ്പെടുത്തുന്നു. ദൈവം തന്റെ പുത്രനെ അയച്ചു. ഗലാത്യ 4:4, ഹെബ്രായർ 1:5. എന്നാൽ അവന് ശരീരം തയ്യാറാക്കുവാൻ സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. ഇതിനുവേണ്ടി തന്റെ പുത്രന് അമ്മയാകുവാൻ ഇസ്രായേൽ പുത്രിയെ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള യഹൂദ യുവതിയെ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന കന്യകയെ ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ലൂക്ക 1:26-27 വചനങ്ങൾ. മറിയം തന്റെ പ്രാർത്ഥന തീവ്രമാക്കി. ഉപവാസവും പ്രാർത്ഥനയും ശക്തിപ്പെടുത്തി. പിതാവായ ദൈവം തന്റെ പ്രിയ മകളുടെ മേൽ കൃപ വർഷിച്ചു. ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നീ പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ മറിയം ദൈവദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ. ലൂക്ക 1:28-38, 28 മുതൽ 38 വരെയുള്ള വചനങ്ങൾ. തുടർന്ന് മറിയം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ദൈവത്തിന് പ്രീതികരമായി നമ്മളും എങ്ങനെ സംസാരിക്കണമെന്നും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ലോകത്തിന് വെളിപ്പെടുത്തുകയുമാണ്. ലൂക്ക 1:45 മുതൽ 55 വരെ. മംഗളവാർത്ത അറിഞ്ഞയുടനെ മറിയം യാത്ര ചെയ്ത് എലിസബത്തിനെ സന്ദർശിക്കുന്നതിന്റെ ഉദ്ദേശ്യം ജോൺ പോൾ 2 മാർപ്പാപ്പായുടെ അഭിപ്രായത്തിൽ കടന്നുപോകുന്ന വഴികളിലെല്ലാം എലിസബത്തിന് കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകുക എന്നതാണ്. കൃപ ലഭിച്ചവർ ഒതുങ്ങിക്കൂടുവാൻ പാടുള്ളതല്ല. നന്മ മറ്റുള്ളവരിലേക്ക് പകരുന്നതും സുവിശേഷ പ്രഘോഷണമാണ്. നന്മ നിറഞ്ഞവളെ സ്വസ്തി. മറിയം സ്വീകരിച്ച നന്മ ആ സദ്വാർത്ത തന്നെയാണ് വിശുദ്ധ അൽഫോൻസസ് ഡി ലിഗോരി ഗ്ലോറീസ് ഓഫ് മേരി എന്ന പുസ്തകത്തിന്റെ 4ാം ഭാഗത്ത് മറിയത്തിന്റെ നന്മകളെ കുറിച്ച് വിശദമാക്കുന്നത്. മറിയത്തിൽ വിളങ്ങിയിരുന്ന നന്മയാണ് എളിമ. എളിമയെന്ന നന്മയാണ് എല്ലാ നന്മകളുടെയും ഉറവിടം. മറിയത്തിൽ ഇത് വേണ്ടുവോളം ഉണ്ടായിരുന്നു. എളിമയെന്ന അടിസ്ഥാന ഗുണം വഴി പരിശുദ്ധാത്മ വരദാനങ്ങൾ നമ്മിൽ നിറയും. എളിമപ്പെടുത്തുന്ന അവസരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് എളിമയെന്ന പുണ്യം തന്നെയാണ്. 2 ദൈവത്തോടുള്ള സേവന തൽപരത. സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ മറിയത്തെ പ്രേരിപ്പിച്ചു. ദൈവത്തോടുള്ള സേവന തൽപരത സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ മറിയത്തെ പ്രേരിപ്പിച്ചു. മറിയത്തിന്റെ ജീവിത മുഖമുദ്രയാണ് ഇത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഇത് നമ്മെയും പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയം തന്നെ വിശേഷിപ്പിക്കുന്നത് കർത്താവിന്റെ ദാസി എന്നാണ്. ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കുവാൻ ദൈവഹിതമനുസരിച്ച് ശ്രമിക്കുന്നവർ ദൈവത്തിന്റെ ദാസരാണ്. ദാസർ തങ്ങളുടെ ജീവിതം യാതൊരു വ്യവസ്ഥയും കൂടാതെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സമർപ്പണമാണ് മറിയത്തെ കർത്താവിന്റെ ദാസി ആക്കി തീർത്തത്. ക്രൈസ്തവർ ദൈവത്തിന്റെ ദാസരാണ്. ദൈവ ദൗത്യ നിർവഹണത്തിനായി സമർപ്പിക്കുന്നവരിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു.
ഉദാഹരണം മോശ, അബ്രാഹം, ദാവീദ്, ഏലിയ, ഏശയ്യ, ജോബ്, യേശു ശിഷ്യർ മുതലായവർ. പരിശുദ്ധ പിതാവ് ദാസരുടെ ദാസനായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. യേശു കഴിഞ്ഞാൽ സമുന്നത സ്ഥാനത്തിന് അർഹതയുള്ളത് പരിശുദ്ധ മറിയത്തിനാണ്. 3 അയൽക്കാരോടുള്ള സേവന തൽപരത. അയൽക്കാരോടുള്ള സേവന തൽപരത മറിയത്തിന്റെ മറ്റൊരു നന്മയാണ്. കാനായിലെ കല്യാണത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിനെ പ്രേരിപ്പിക്കുന്നത് ഈ സേവന തൽപരതയാണ്. മറിയം എലിസബത്തിനെ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ സഹായിക്കുന്നത് അയൽക്കാരോടുള്ള സേവന തൽപരതയാണ്. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മത്തായി 25:40. ഉന്നതമായ സ്ഥാനമുള്ളവർ താഴാൻ മനസ്സു കാണിക്കണം. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയണമല്ലോ. ഫലം പുറപ്പെടുവിക്കുവാൻ പരസ്യ ജീവിതകാലത്ത് യേശു മറിയത്തെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് രക്ഷാകര ബലിയിൽ മറിയം വഹിച്ച അതുല്യ സ്ഥാനം സകലർക്കും വ്യക്തമാക്കുന്നു. യോഹന്നാൻ 2:4. അടുത്തത് വിശ്വാസമാണ്. വിശ്വാസം മൂലമാണ് മറിയം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന നന്മ വഴിയായിട്ടാണ് മറിയം യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചത്. മറിയമാണ് ഏറ്റവും വലിയ പ്രേക്ഷിത. ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം നടത്തിയവളാണ് മറിയം. യേശുവിനെ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണല്ലോ സുവിശേഷ പ്രഘോഷണം. യേശു ശിഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും മറിയത്തിൽ കാണുന്നു. അവയാണ് പരസ്നേഹവും ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതവും അത്യന്തം യേശുവിനോടുകൂടെ വസിക്കുന്നതും. കർത്താവായ യേശു തന്റെ അമ്മയ്ക്ക് നൽകുന്ന സമുന്നത സ്ഥാനവും ത്രിയേക ദൈവം നൽകുന്ന ബഹുമാനവും അമ്മയെ ആദരിക്കുവാനും സ്തുതിക്കുവാനും നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രത്യാശ. ഓരോ വ്യക്തിയെയും മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമാണ് പ്രത്യാശ. ജീവിതത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തതാണല്ലോ. നമ്മെ രക്ഷിക്കുവാൻ ദൈവം എന്നെങ്കിലും ആരെയെങ്കിലും അയക്കുമെന്ന് പ്രത്യാശിക്കുക. കഷ്ടതയിൽ ദൈവം നമുക്ക് സഹായം നൽകുന്നവനാണ്. എന്റെ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ദൈവ സ്നേഹത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് മറിയത്തെ സ്ഥിരവിശ്വാസത്തിൽ മുന്നോട്ട് നയിച്ചത്. മറിയം പ്രത്യാശയുടെ മികവുറ്റ മാതൃകയാണ്. മറിയം പറഞ്ഞു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ലൂക്കാ 1:48. തകർന്നവരെ താങ്ങി ഉയർത്തുവാൻ നാം ശ്രദ്ധിക്കണം. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. ഇതാണ് യേശു ചെയ്തത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നതാണ് പ്രത്യാശ. മത്തായി 5:1-12 പ്രത്യാശിക്കുന്നവന് ദൈവം പ്രതിഫലം നൽകുന്നു. മത്തായി 6:31-32. പിതാവായ ദൈവം എല്ലാം അറിയുന്നു. പ്രത്യാശ നിറഞ്ഞ ദൈവാശ്രയ ബോധമാണ് മറിയത്തെ സകല സാഹചര്യങ്ങളെയും ധീരതയോടുകൂടെ നേരിടുവാൻ സഹായിച്ചത്. ആശയറ്റ ജീവിതം നയിക്കുന്നവർക്ക് ജ്വലിക്കുന്ന ദീപനാളമായി മാറുവാൻ അമ്മയുടെ മാതൃക ഉണർവേകട്ടെ. ചാരിത്ര്യ ശുദ്ധി. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, ചാരിത്ര്യം എന്നത് ഏറ്റവും വിഷമകരമായ ദൈനംദിന മനോസംഘർഷ വിഷയമാണ്. ആദത്തിന്റെ കാലം മുതൽ തന്നെ ചാരിത്രശുദ്ധിയിൽ നിൽക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു. ഹവ്വ വീണു. പക്ഷേ മറിയം ദൈവത്തിന്റെ കൃപയുടെ നിറവിൽ കന്യകമാരുടെ കന്യകയായി തീർന്നു. മറിയം തന്റെ ചാരിത്ര്യ ശുദ്ധി കൊണ്ട് സ്ത്രീ സമൂഹത്തെ കന്യാത്വം കാത്തുസൂക്ഷിക്കുവാനുള്ള ശക്തി കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മറിയത്തിന്റെ ചാരിത്ര്യ ശുദ്ധി വിശുദ്ധ യൗസേപ്പിനെയും നിത്യ ബ്രഹ്മചാരി ആക്കി തീർത്തു. ദൈവത്തിന്റെ പരിശുദ്ധിയെ മറിയം പ്രകീർത്തിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. ലൂക്കാ 1:46. മരിയ ഗൊരേത്തി ചാരിത്രശുദ്ധിക്ക് വേണ്ടി തന്റെ ജീവനെ ബലിയായി ദൈവത്തിന് നൽകി. ദൈവത്തിന്റെ സ്നേഹം, കരുണ, പരിപാലന, ക്ഷമ തുടങ്ങിയ പ്രവൃത്തിയിലൂടെയാണ് നാം പരിശുദ്ധരാകേണ്ടത്. പ്രത്യാശയിൽ വളരുവാൻ വിശുദ്ധിയിലുള്ള ജീവിതം ആവശ്യമാണ്. റോമ 5:4-5 വചനങ്ങൾ 12-12. ഹെബ്രായർ 6:19. കൊളോസസ് 1:23. ദാരിദ്ര്യം. മറിയം തന്റെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. ദൈവത്തിൽ നിന്ന് കിട്ടിയതെല്ലാം മറിയം സ്വാഗതം ചെയ്തു. കാരണം മേരിയുടെ കൈവശം ഒന്നുമില്ലായിരുന്നു. അതെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും സ്നേഹത്തോടുകൂടെ ദൈവത്തെ പ്രതി സ്വീകരിക്കുകയായിരുന്നു. കൃപയുടെ നിറവിൽ ദരിദ്രയായി ജീവിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. മറിയം ഈ ദാരിദ്ര്യം സ്വയം തിരഞ്ഞെടുത്തു. നന്മയായ ദാരിദ്ര്യത്തിന് മാത്രമേ പാവങ്ങളോടും പാവികളോടും സഹാനുഭൂതിയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ കഴിയൂ. മറിയത്തിന് സമാനമായ വിധവയെപ്പറ്റി മർക്കോസിന്റെ 12:41-43 വരെയുള്ള വചനങ്ങൾ
വചനങ്ങളിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കണമെങ്കിൽ ഈ ദാരിദ്ര്യ വ്രതം അത്യന്താപേക്ഷിതമാണ്. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. മത്തായി 5:6. നമ്മുടെ പാതയിൽ ഉറച്ചു നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി പരമാവധി പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുവാൻ സമ്പന്നരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അനുസരണം. മറിയത്തിൽ വിളങ്ങി നിൽക്കുന്ന മറ്റൊരു നന്മയാണ് അനുസരണം. ദൈവത്തോടും അധികാരികളോടുമുള്ള ഈ അനുസരണം ജ്ഞാനത്തിൽ നിന്നും ശാന്തതയിൽ നിന്നുമാണ് ലഭിച്ചത്. മംഗളവാർത്തയെ യാതൊരു ശങ്കയും കൂടാതെ മറിയം അനുസരിച്ചു. പൂർണ്ണ ഗർഭിണിയായിരുന്നിട്ടും പേരെഴുതിക്കുവാൻ വേണ്ടി ജോസഫിനൊപ്പം ബേത്ലഹേമിലേക്ക് പോയി. ആ യാത്രയെയും പുൽക്കൂടിനെയും ഈജിപ്തിലേക്കുള്ള പലായനവും ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്നു. മറിയം ദൈവകൽപ്പന അനുസരിക്കുകയും അത് സംതൃപ്തി കണ്ടെത്തുകയും ചെയ്തു. ലൂക്ക 1:38. മറിയം ദൈവകൽപ്പന അനുസരിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 2:5. മറിയം തന്റെ മനസാക്ഷി രൂപീകരിച്ചതും തീരുമാനമെടുത്തതും വചനത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. ലൂക്ക 1:34 മുതൽ 35 വരെ ഉള്ള വചനങ്ങൾ. 38-ാം വചനം. ക്ഷമ. മറിയത്തിൽ വിളങ്ങിയിരുന്ന മറ്റൊരു നന്മയാണ് ക്ഷമ. ദൈവത്തിൽ നിന്ന് ജ്ഞാനം മൂലമാണ് കൃപയായ ക്ഷമ ലഭിക്കുന്നത്. വിശ്വാസം മൂലം ക്ഷമ ദൈവത്തിൽ നിന്ന് അവകാശമായി ലഭിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും പ്രതികരിക്കുവാനും ക്ഷമ നമ്മെ പ്രാപ്തരാക്കുന്നു. പരിധിയില്ലാത്ത ക്ഷമ പരിശുദ്ധാത്മാവിന്റെ ദാനവും ഫലവുമാണ്. ദൈവത്തിന്റെ ഏറ്റവും പരിമളം പരത്തുന്ന ഇതളാണ് ക്ഷമ എന്ന സദ്ഗുണം. പ്രാർത്ഥനാ ജീവിതം. മറിയത്തിൽ വിളങ്ങിയിരുന്ന മറ്റൊരു നന്മയാണ് പ്രാർത്ഥനാ ജീവിതം. മറിയത്തിൽ കാണുന്ന നന്മകളെല്ലാം തന്നെ സ്ഥിരതയോടെ നിലനിർത്തുന്നത് മറിയത്തിന്റെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഉണ്ടായിരുന്ന പ്രത്യേക താല്പര്യമായിരുന്നു. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർ തകർച്ചയിലേക്ക് വീഴില്ല. ദൈവജനം ജപങ്ങളിലും ധ്യാനങ്ങളിലും പ്രാർത്ഥനയിലും പ്രത്യേക താല്പര്യമുള്ളവരായി വളരണം. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് മറിയത്തിൽ കാണുന്ന എല്ലാ നന്മകളിലും വളർന്ന് ജീവിത മാതൃകയാകുവാൻ കഴിയും. വ്യക്തി ആത്മീയ വിപ്ലവം നടത്തുക എന്നതാണ് പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിനും ദൈവഹിതത്തിനും സ്ഥാനം നൽകി അതനുസരിച്ച് ജീവിക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതം. ദൈവത്തിന്റെ അനന്ത സ്നേഹവും കരുണയും അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് ആത്മീയ വിപ്ലവം എന്ന് വിവക്ഷിക്കുന്നത്. പാപകരമായ ജീവിതശൈലി ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ജീവിതം നയിക്കുന്നതാണ് ദൈവഹിതമനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പാപകരമായ കഷ്ടപ്പാടുകൾ ഉപേക്ഷിച്ച് ദൈവിക കഷ്ടപ്പാടുകൾ സ്വീകരിക്കുമ്പോൾ ദൈവഹിതമല്ലാത്തവയെല്ലാം ഒരുവൻ ഉപേക്ഷിക്കുന്നു. ദൈവമഹത്വത്തിനായി തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ പരിശുദ്ധ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവ തിരുമനസ്സിന് പരിപൂർണമായും വിധേയയായി. എല്ലാവരെയും കാൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായതുകൊണ്ട് പൂർണ്ണ ആത്മാവോടും ശക്തിയോടും സ്നേഹത്തോടും കൂടി ദൈവത്തെ മറിയം മഹത്വപ്പെടുത്തി. സത്പ്രവർത്തികളിലൂടെയും ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് മനുഷ്യർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. മത്തായി 5:16, യോഹന്നാൻ 15:8. മറിയത്തിന്റെ ഈ ആത്മീയ വിപ്ലവ മാതൃകയിലൂടെ മനുഷ്യരായ നമ്മൾ സമൂല പരിവർത്തനത്തിനും നവമായ കാഴ്ചപ്പാടിനും തയ്യാറാവണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ഭക്ത ജീവിത പ്രവേശിക 3-ാം ഭാഗം അധ്യായം 11. അനുസരണം ഉപവി മാത്രമാണ് നമ്മെ പരിപൂർണതയിൽ ഉറപ്പിക്കുന്നത്. എന്നാൽ പരിപൂർണത നേടുന്നതിനുള്ള 3 പ്രധാന ഘടകങ്ങളാണ് അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ശരീരത്തെയും മനസ്സിനെയും സാമൂഹിക ജീവിതത്തെയും ദൈവസ്നേഹത്തിനായി പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധാത്മാവ് അത്യാവശ്യമാണ്. മറിയം ഈ വ്രതങ്ങളിൽ നിറഞ്ഞിരുന്നു. ജീവിത പരിപൂർണതയിലേക്ക് ഇവ നമ്മെ നയിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ഇച്ഛാശക്തിയെ അതിന്റെ പാപകരമായ പ്രവണതകളിൽ നിന്ന് എത്ര നന്നായി ശുദ്ധീകരിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ്. ദൈവത്തിന്റെ പ്രകാശത്തിലേക്കും അവിടുത്തെ സ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്കും നമ്മുടെ ഇച്ഛാശക്തിയെയും ഗ്രഹണശക്തിയെയും പ്രാർത്ഥന നയിക്കുന്നു. അപൂർണതകളെ കഴുകിക്കളയുന്നു. കർത്താവിന്റെ പീഡാസഹനങ്ങളെയും ജീവിതത്തെയും അടിസ്ഥാനമാക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കൊണ്ട് ഒരുവൻ നിറയും. അപ്പോൾ അവിടുത്തെ മനസ്ഥിതിയോടെ അനുരൂപപ്പെടുവാൻ കഴിയും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12. വചനം ധ്യാനിക്കുമ്പോൾ വചനത്തെ പോലെ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും പഠിക്കും. മറിയവും ഇപ്രകാരം വചനത്തെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് കൃപയിൽ നിറഞ്ഞ് തുളുമ്പി. അമ്മയെപ്പോലെ രക്ഷകനോട് ചേർന്നിരുന്ന് ജീവിച്ച് രക്ഷകനിൽ എത്തിച്ചേരുവാൻ ഈ ലോക ജീവിതം അവരവരുടെ വിളിയിലൂടെ സാധിക്കട്ടെ. ലിവ് ജീസസ്.